സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിൽ ഇടപെട്ട് ഗവർണർ രാജേന്ദ്ര അർലേക്കർ നിലവിലെ സാഹചര്യവും സ്വീകരിച്ച നടപടികളും വിശദീകരിച്ച് റിപ്പോർട്ട് നൽകാൻ ഗവർണർ ഡിജിപിക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാന വ്യാപകമായി നടപ്പാക്കേണ്ട ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയ ഡിജിപി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷം റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറും. ക്യാമ്പസുകൾ ലഹരിമുക്തമാക്കുന്നതിനുള്ള നടപടികൾ ആലോചിക്കാൻ വൈസ് ചാൻസലർമാരുടെ യോഗം ഗവർണർ ഉച്ചയ്ക്ക് ശേഷം വിളിച്ചിട്ടുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഈ വലിയ വിപത്ത് അതിന്റെ ഗൗരവത്തോടെ തന്നെ സംസ്ഥാനത്തെ പ്രഥമ പൗരൻ തൊട്ട് അതിനെ പരിഗണിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഏതൊക്കെ തരത്തിലാണ് ഇപ്പോൾ, ഏതൊക്കെ തലങ്ങളിലാണ് ഇടപെടൽ നടക്കുന്നത്? ഉച്ചയ്ക്ക് ശേഷം 2:30-ക്കാണ് ഗവർണർ വിളിച്ചിരിക്കുന്ന വൈസ് ചാൻസലർമാരുടെ യോഗം രാജ്ഭവനിൽ വെച്ച് നടക്കുക. അതിനിടയിലാണ് ഗവർണർ തന്നെ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ സംബന്ധിച്ച സംസ്ഥാന പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടിയതായിട്ടുള്ള വിവരങ്ങൾ കൂടി രാജ്ഭവനിൽ നിന്ന് പുറത്തു വരുന്നത്. തയ്യാറാക്കിയിരിക്കുന്ന ആക്ഷൻ പ്ലാൻ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും റിപ്പോർട്ടായി ഡിജിപി ഷെയ്ഖ് തർസി സാഹിബ് ഗവർണർക്ക് കൈമാറുകയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് ഗവർണർ മുമ്പോട്ട് വെക്കുന്നത്. ആ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി ഏത് തരത്തിലായിരിക്കും ഈ ലഹരി ഉപയോഗം തടയുന്നതിനു വേണ്ടി, ലഹരി മാഫിയയുടെ വേരറക്കുന്നതിനു വേണ്ടി നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് ഗവർണറെ അറിയിക്കേണ്ടത്. സംസ്ഥാനം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അടക്കം വിവിധ തലങ്ങളിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ ഏത് തരത്തിലായിരിക്കും തുടർ നീക്കങ്ങൾ എന്ന കാര്യമായിരിക്കും മുഖ്യമന്ത്രിയുമായി നടത്തുന്ന ചർച്ചയ്ക്ക് ശേഷം റിപ്പോർട്ടായി ഗവർണർക്ക് സമർപ്പിക്കുക. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്താണ്. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ മുഖ്യപ്രതി ഷുഹൈബിനായി ഇന്ന് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. ഷുഹൈബിന്റെ ജാമ്യാപേക്ഷയും താമരശ്ശേരി 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. സജീവ് സി വാര്യർ വിവരങ്ങളുമായി. സജീവ്, വളരെ ഗൌരവമുള്ളൊരു കുറ്റകൃത്യം എന്ന നിലയ്ക്കാണ് സംസ്ഥാന സർക്കാർ തൊട്ട് ഈ വിഷയത്തെ കണ്ടിട്ടുള്ളത്. ഇന്ന് ജാമ്യാപേക്ഷ വരുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കപ്പെടുന്നത്? മുഹമ്മദ് ഷുഹൈബിന്റെ ജാമ്യാപേക്ഷയും അതോടൊപ്പം അയാളുടെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള പോലീസിന്റെ ക്രൈംബ്രാഞ്ചിന്റെ അപേക്ഷയുമാണ് ഇന്ന് താമരശ്ശേരി കോടതി പരിഗണിക്കുന്നത്. കോടതിയിൽ പ്രധാനമായും ഈ ഷുഹൈബ് പറഞ്ഞിരിക്കുന്നത് താൻ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയല്ല, തന്റെ കൂടെയുള്ള അധ്യാപകരാണ് ഈ ചോദ്യപേപ്പറുകൾ ചോർത്തി നൽകിയത്. അത് ചോർത്തി നൽകിയതാണോ എന്തോ എന്ന് തനിക്ക് അറിവുണ്ടായിരുന്നില്ല. തന്റെ അറിവോടെയല്ല ഈ സംഭവം ഉണ്ടായത് എന്നാണ് ഇയാളുടെ അവകാശവാദം. ആ വാദമാണ് കോടതിയിൽ ഉന്നയിച്ചത്. അവസാനം റിമാൻഡ് റിപ്പോർട്ടിലും ആ സമയത്തും അയാളുടെ അഭിഭാഷകൻ ഉന്നയിച്ച കാര്യം ഇതാണ്. ഏതായാലും അത് ഉന്നയിച്ചത് തന്നെയാണ് ജാമ്യാപേക്ഷ മൂവ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ഈ ജാമ്യാപേക്ഷയിൽ പറയുന്നത് കുറ്റകൃത്യം ചെയ്യാത്ത സാഹചര്യത്തിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരം വേണം എന്നാണ് ഇയാളുടെ വാദം. അതേസമയം പോലീസ് പറയുന്നത് ഇയാളുടെ ഉടമസ്ഥതയിലുള്ള ഇയാൾ CEO ആയിട്ടുള്ള സ്ഥാപനമാണ് ഈ കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത്. അതുപ്രകാരം കൂടുതൽ വരുമാനം ഉണ്ടാക്കുകയും അനധികൃതമായി വരുമാനം ഉണ്ടാക്കുകയും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ യൂട്യൂബ് ചാനലിന് ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്തു. ഈ സാഹചര്യത്തിൽ ഇയാൾക്ക് തക്കതായി ശിക്ഷ വാങ്ങിക്കൊടുക്കണം, അയാളെ കസ്റ്റഡി കിട്ടി കൂടുതൽ ചോദ്യം ചെയ്യണം, തെളിവെടുക്കണം എന്നുള്ളതാണ് പോലീസിന്റെ ക്രൈംബ്രാഞ്ചിന്റെ വാദം. ഏതായാലും ഇന്ന് കോടതിയിൽ ഇക്കാര്യങ്ങൾ പരിഗണിക്കപ്പെടും. ഇയാളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും എന്നാൽ അത് അനുവദിക്കാതിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശരി, സജീവാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ കാരണം സാമ്പത്തിക ബാധ്യത തന്നെയെന്ന് ഉറപ്പിക്കുകയാണ് അന്വേഷണ സംഘം. അബ്ദുൾ റഹീം സൗദിയിൽ നടത്തിയിരുന്ന ബിസിനസ്സിൽ തകർച്ച നേരിട്ടിട്ടും കുടുംബത്തിന്റെ ആഡംബര ജീവിതശൈലി ഒരു മാറ്റവുമില്ലാതെ തുടർന്നതാണ് ബാധ്യതകളുടെ കനം കൂട്ടിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ ക്രൂരമായി ആക്രമിച്ച ശേഷം വീട്ടിലെ ഗ്യാസ് തുറന്നുവിട്ടത് വസ്തുവകകൾ ബന്ധുക്കൾ കൈവശപ്പെടുത്താതെ കത്തി നശിക്കാനാണെന്നും കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. പേരുമലയിലെ വീട്ടിലെത്തിച്ച് അന്വേഷണ സംഘം നടത്തിയ തെളിവെടുപ്പിനിടെയാണ് ഫെബ്രുവരി 24-ാം തീയതി സംഭവിച്ച കൊടും ക്രൂരകൃത്യങ്ങൾ 23-കാരനായ അഫാൻ പോലീസിനോട് വിശദീകരിച്ചത്. സംഭവ ദിവസം രാവിലെ 10 മണിക്ക് വീടിനുള്ളിലെ സോഫയിലിരുന്ന് താനും ഉമ്മ ഷെമിയും കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആത്മഹത്യയല്ലാതെ മറ്റ് പോംവഴികൾ ഒന്നുമില്ലെന്ന്
പരസ്പരം പറഞ്ഞു. അതിനിടെ ഉമ്മ പൊക്കോളൂ, ഞാനും അവനും പിന്നാലെ വരാമെന്ന് പറഞ്ഞ് ഉമ്മയുടെ തലയിൽ ഉണ്ടായിരുന്ന ഷോൾ കഴുത്തിൽ ഇറുക്കി വരിഞ്ഞു മുറുക്കി. ഷെമി സോഫയിൽ നിന്ന് നിലത്ത് വീണു, ഒപ്പം താനും. പിന്നീട് മുറിക്കുള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയി തല ശക്തിയോടെ തറയിലിടിപ്പിച്ചു. രക്തം വാർന്നൊഴുകുന്നത് കണ്ട് ഉമ്മ മരിച്ചെന്ന് കരുതി മുറിയുടെ വാതിലടച്ച് പുറത്തുപോയി. പാങ്ങോടുള്ള കുടുംബ വീട്ടിൽ തനിച്ച് താമസിച്ചിരുന്ന വല്യമ്മ സൽമ ബീവിയുടെ അടുത്തെത്തി എന്റെ ഉമ്മ പോയടി എന്ന് പറഞ്ഞു. തുടർന്ന് തലയ്ക്ക് ചുറ്റിക കൊണ്ടടിച്ച് മുറിവേൽപ്പിച്ച് 88-കാരിയായ സൽമ ബീവിയെയും വകവരുത്തി. അവിടെ നിന്ന് പിതൃ സഹോദരൻ ലത്തീഫിന്റെ വീട്ടിലെത്തി 2 പേരുടെ ജീവനെടുത്തു. ഒടുവിൽ ഉമ്മയുടെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞ് പെൺസുഹൃത്ത് ഫർസാനയെ മുക്കുന്നൂരിലെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി. കാവറയിൽ നിന്ന് തനിക്കൊപ്പം ബൈക്കിൽ കയറിയ ഫർസാനയോട് ഈ വണ്ടി ഇടിച്ച് താൻ മരിച്ചാൽ എന്ത് ചെയ്യുമെന്ന് യാത്രക്കിടെ പ്രതി ചോദിച്ചു. നിനക്കൊപ്പം ഞാനും മരിക്കുമെന്ന് ഫർസാനയുടെ മറുപടി. തുടർന്ന് പേരമലയിലെ വീടിന്റെ മുന്നിലെത്തിയപ്പോൾ ഗേറ്റ് പൂട്ടിയ നിലയിൽ. താനും ഫർസാനയും മതിൽ ചാടിക്കടന്ന് വീടിനുള്ളിൽ പ്രവേശിച്ചു. മുകൾ നിലയിലെ മുറിയിലെത്തിച്ച് ഉമ്മ പോയെന്ന് ആദ്യം വെളിപ്പെടുത്തി. പിന്നാലെ ആക്രമിച്ച മറ്റുള്ളവരുടെ വിവരങ്ങളും. നടുക്കുന്ന വിവരങ്ങൾ കേട്ട് കൈകൾ കൊണ്ട് കണ്ണുപൊത്തി തല കുനിച്ച് ഫർസാന സമീപത്തെ കസേരയിലിരുന്നു. പൊടുന്നനെ നീ കരയില്ലെന്നും ഞാനും അനുജനും നിന്റെ പിന്നാലെ വരുമെന്നും പറഞ്ഞ് അടുത്ത് കരുതിയിരുന്ന ചുറ്റിക കൊണ്ട് 2 തവണ പെൺസുഹൃത്തിന്റെ നെറ്റിയിൽ അടിച്ചു. ആദ്യ ആക്രമണത്തിൽ തന്നെ അവളുടെ ജീവൻ നഷ്ടപ്പെട്ടെന്നും പിന്നീട് തലയ്ക്കു ചുറ്റും അടിക്കുകയായിരുന്നെന്നുമാണ് വെളിപ്പെടുത്തൽ. അതിനിടെ ഇഷ്ടഭക്ഷണമായ കുഴിമന്തിയും വാങ്ങി വീട്ടിലേക്ക് മടങ്ങി വന്ന സഹോദരനെ അകത്ത് വിളിച്ചു കയറ്റി ഉമ്മ പോയെന്ന് പറഞ്ഞു. നമുക്കും ഉമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ ഹാളിനുള്ളിലെ TV ഓണാക്കിയ ശേഷം അഫ്സാന്റെ നേർക്ക് ആദ്യ ആക്രമണം. ഇക്ക ഇക്ക എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു 14-കാരൻ പിടഞ്ഞു വീണത്. പിന്നാലെ സമീപത്തെ മുറിക്കലിൽ നിന്ന് അനക്കം കേട്ട് തുറന്നു നോക്കുമ്പോൾ ഉമ്മയുടെ കണ്ണുകൾ ചലിക്കുന്നുണ്ടായിരുന്നു. അതിനിടെ ചുറ്റിക കൊണ്ട് പലതവണ ഷെമിയുടെ തലയിൽ അടിച്ചു. രക്തം പരന്നൊഴുകിയിട്ടും കണ്ണുകൾ തുറന്നിരുന്നതോടെ ബലമായി മുറുക്കിയടച്ച ശേഷം താൻ പുറത്തു കടന്നു. രക്തത്തിൽ കുളിച്ചു കിടന്ന അനുജന്റെ മൃതദേഹത്തിനരികിലിരുന്ന് ഏറെ നേരം കരഞ്ഞ ശേഷമാണ് രക്തക്കറ പുരണ്ട വസ്ത്രങ്ങൾ മാറ്റി കുളിച്ചത്. ഒടുവിൽ അടുക്കളയിലെ ഗ്യാസ് തുറന്നുവിട്ടു. തുടർന്ന് ശീതളപാനീയത്തിൽ എലിവിഷം കലർത്തി കുടിച്ച ശേഷം വീടിന് പുറത്തു കടന്നു. ബൈക്ക് സ്റ്റാർട്ടാകാതെ വന്നതോടെ ഓട്ടോ പിടിച്ച് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക്. ഉമ്മയെയും താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അനുജനെയും പെൺസുഹൃത്തിനെയും അതിക്രൂരമായി ആക്രമിച്ചതിൽ കുറ്റബോധമുണ്ടെന്നും എന്നാൽ മറ്റു 3 പേരോട് തനിക്ക് അടങ്ങാത്ത പകയായിരുന്നെന്നുമാണ് തെളിവെടുപ്പിനിടെ അന്വേഷണ സംഘത്തോട് അഫാൻ നടത്തിയ വെളിപ്പെടുത്തൽ. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. ഫർസാനയെ കൊലപ്പെടുത്തിയത് സ്വർണം പണയം വയ്ക്കാൻ നൽകിയത് തിരികെ ചോദിച്ചതിലെ വൈരാഗ്യമാണെന്നാണ് അഫാന്റെ മൊഴി. ഉമ്മയ്ക്ക് അസുഖം കൂടുതലാണെന്ന് കള്ളം പറഞ്ഞാണ് അഫാൻ സുഹൃത്തിനെ വീട്ടിലെത്തിച്ചത്. അഫാന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ട് വെഞ്ഞാറമൂട് പോലീസ് ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകിയേക്കും. ക്യാൻസർ രോഗിയായ അമ്മയ്ക്ക് അസുഖം കൂടുതലാണെന്നും ഫർസാനയെ കാണണമെന്ന് പറഞ്ഞെന്നും സംഭവ ദിവസം അഫാൻ യുവതിയെ അറിയിച്ചു. ഇത് വിശ്വസിച്ചാണ് ഫർസാന അഫാനൊപ്പം വീട്ടിലെത്തിയത്. നടന്നുവന്ന ഫർസാനയെ ബൈക്കിൽ കാത്തുനിന്ന അഫാൻ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. പൂട്ടിയ ഗേറ്റ് തുറക്കാൻ നോക്കിയപ്പോൾ കയ്യിലെ താക്കോൽ നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കി. തുടർന്ന് മതിലിന് ഉയരം കുറഞ്ഞ ഭാഗത്തുകൂടി ചാടിക്കടന്നാണ് ഇരുവരും അകത്തു കടന്നതെന്നും അഫാൻ പോലീസിനോട് പറഞ്ഞു. പണയം വയ്ക്കാൻ നൽകിയ സ്വർണമാല തിരികെ ചോദിച്ച് സമ്മർദ്ദത്തിലാക്കിയ ഫർസാനയോട് വൈരാഗ്യം തോന്നിയിരുന്നു. സ്വന്തം വീട്ടുകാർ അറിഞ്ഞപ്പോഴാണ് ഫർസാന മാല തിരികെ ചോദിച്ചത്. പിതാവിന്റെ കാർ ആറ്റിങ്ങലിലെ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെച്ചാണ് മാല തിരിച്ചെടുത്തു കൊടുത്തതെന്നും അഫാൻ പറഞ്ഞു. 3 പേരെ കൊലപ്പെടുത്തിയ വിവരം അഫാൻ പറഞ്ഞറിഞ്ഞ ഫർസാന കസേരയിലിരുന്ന് കരയുമ്പോഴാണ് തലക്കടിച്ചു കൊന്നത്. ഇതിനിടെ കുഴിമന്തി വാങ്ങി തിരികെ എത്തിയ സഹോദരനെ ഹാളിൽ കൂട്ടിക്കൊണ്ടുവന്ന് കൊലപാതക വിവരങ്ങൾ ധരിപ്പിച്ച ശേഷമാണ് തലക്കടിച്ചു കൊന്നതെന്നും അഫാൻ ചോദ്യം ചെയ്യലിൽ പറഞ്ഞു. അടികൊണ്ട് തറയിൽ വീണ അനുജൻ പിടഞ്ഞു മരിക്കുന്നത് കണ്ട് നിയന്ത്രണം നഷ്ടമായി. തുടർന്നാണ് രക്തമെല്ലാം കഴുകി വസ്ത്രം മാറിയ ശേഷം മദ്യത്തിൽ എലിവിഷം ചേർത്ത് കഴിക്കുകയും ഓട്ടോറിക്ഷയിൽ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തത്. അമ്മയെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ച ശേഷം മുറി പൂട്ടിയ അഫാൻ താക്കോൽ ശുചിമുറിയിലെ ഫ്ലഷ് ടാങ്കിൽ ഉപേക്ഷിച്ചതായി പോലീസ് കണ്ടെത്തി. പേരുമലയിലെ വീട്ടിൽ നടത്തിയ തെളിവെടുപ്പിൽ താക്കോൽ കണ്ടെടുത്തിരുന്നു. കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതി വീണ്ടും റിമാൻഡിലാണ്. അഫാന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ട് വെഞ്ഞാറമൂട് പോലീസും കോടതിയിൽ അപേക്ഷ നൽകും.
ന്യൂസ് 18 വെഞ്ഞാറമൂട്. കോട്ടയം ഈരാറ്റുപേട്ടയിൽ നിന്ന് വൻ സ്ഫോടക വസ്തു ശേഖരം പിടികൂടി. ഈരാറ്റുപേട്ട നടക്കലിലെ ഗോഡൌണിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്ത്. ഈരാറ്റുപേട്ട സ്വദേശി ഷിബിലിയും സംഘവും വാടകയ്ക്കെടുത്ത കെട്ടിടത്തിൽ നിന്നാണ് ഡിറ്റനേറ്ററുകളും ജെലറ്റിൻ സ്റ്റിക്കുകളും ഉൾപ്പെടെ കണ്ടെടുത്തത്. കഴിഞ്ഞ ദിവസം കട്ടപ്പനയിൽ സ്ഫോടക വസ്തുക്കളുമായി സഞ്ചരിച്ചിരുന്ന ഷിബിലിയെയും സംഘത്തെയും പോലീസ് പിടികൂടിയിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ഈരാറ്റുപേട്ടയിലും സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന വിവരം ലഭിച്ചത്. ഇതോടെ പോലീസ് സംഘം ഈരാറ്റുപേട്ട നടക്കൽ കുഴിവേലിൽ റോഡിലെ വാടക കെട്ടിടത്തിൽ പരിശോധന നടത്തുകയായിരുന്നു. ഇവിടെ നിന്ന് ഡിറ്റനേറ്ററുകളും ജെലാറ്റിൻ സ്റ്റിക്കുകളും എയർഗണ്ണും ഉൾപ്പെടെ പോലീസ് കണ്ടെടുത്തു. ഷിബിലിക്ക് സ്ഫോടക വസ്തുക്കൾ കൈമാറിയിരുന്ന തീക്കോയ് സ്വദേശി മുഹമ്മദ് ഫാസലിനെയും കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. അനധികൃതമായി പ്രവർത്തിക്കുന്ന പാറമടകൾക്ക് നൽകാനാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതെന്നാണ് പ്രതികൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനം. ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് റെയ്ഡ് നടത്തിയത്. നേരത്തെ വണ്ടൻമേട് പോലീസായിരുന്നു പ്രതികളെ പിടികൂടിയത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. കർണാടകയിലെ ഹംപിയിൽ ഇസ്രയേലി വനിതയെയും ഹോം സ്റ്റേ ഉടമയായ സ്ത്രീയെയും കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ മൂന്നാമത്തെ പ്രതിക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഗംഗാവതി സ്വദേശിയായ നിർമ്മാണ തൊഴിലാളിയാണ് കേസിലെ മൂന്നാം പ്രതി. ഇയാളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളും CCTV ദൃശ്യങ്ങളും ലഭിച്ചെന്ന് പോലീസ് അറിയിച്ചു. ഗംഗാവതി സ്വദേശിയായ നിർമ്മാണ തൊഴിലാളിയാണ് കേസിലെ മൂന്നാം പ്രതിയെന്നാണ് കണ്ടെത്തൽ. സംഭവത്തിൽ അറസ്റ്റിലായ കർണാടക ഗംഗാവതി സ്വദേശികളായ ചേതൻ സായ്, ഹാൻഡി മല്ലേഷ് എന്നിവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. സംഭവം നടന്ന സനാപൂർ തടാകത്തിന് സമീപമുള്ള ദുർഗമ്മ ക്ഷേത്രത്തിന് മുന്നിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പോലീസിന് നിർണായക തെളിവുകൾ കിട്ടിയത്. ഇരകളുടെ മൊഴികളും നിർണായകമായി. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. അറസ്റ്റിലായ രണ്ടുപേരെയും കോടതി 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൂട്ടബലാത്സംഗത്തിനിരയായ യുവതികളുടെ ആരോഗ്യനില മെച്ചപ്പെട്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇവർക്ക് കൌൺസിലിംഗ് നൽകുന്നുണ്ട്. വിഷയത്തിൽ ഇസ്രായേലി എംബസി ഇടപെട്ടിട്ടുണ്ട്. യുവതിക്ക് സഹായവുമായി എംബസി ഉദ്യോഗസ്ഥർ എത്തി. വ്യാഴാഴ്ച രാത്രിയാണ് ഹംപിക്കടുത്ത് സനാപൂർ തടാകത്തിന് സമീപം ഇസ്രായേലി വിനോദസഞ്ചാരിയും ഹോം സ്റ്റേ ഉടമയും കൂട്ടബലാത്സംഗത്തിനിരയായത്. ഒപ്പമുണ്ടായിരുന്ന 3 പുരുഷന്മാരെ ആക്രമിച്ച ശേഷമാണ് സംഘം യുവതികളെ ബലാത്സംഗത്തിനിരയാക്കിയത്. അക്രമികൾ കനാലിലേക്ക് തള്ളിയിട്ട പുരുഷന്മാരിൽ ഒരാൾ മരിച്ചിരുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ബാങ്ക് ജീവനക്കാരന് നേരെ ലൈംഗിക പീഡനത്തിൽ കേസെടുത്ത് 3 മാസം കഴിഞ്ഞിട്ടും പ്രതിയെ പോലീസ് പിടികൂടുന്നില്ലെന്ന് പരാതി. പ്രതിയുടെ രാഷ്ട്രീയ ബന്ധമാണ് അറസ്റ്റ് വൈകാൻ കാരണമെന്ന ആരോപണവും ഇതോടെ ശക്തമായി. കഴിഞ്ഞ ഡിസംബർ 12-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. നെയ്യാറ്റിങ്കര അവണാക്കുഴി സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരിക്ക് നേരെയാണ് ബാങ്കിലെ ജീവനക്കാരിൽ നിന്നും ലൈംഗിക പീഡനമുണ്ടായത്. CPIM ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ പ്രതിക്കെതിരെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നെയ്യാറ്റിങ്കര പോലീസ് കേസെടുത്തെങ്കിലും പ്രതിയെ സംരക്ഷിക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നതെന്നാണ് ആക്ഷേപം. അവണാക്കുഴി കോപ്പറേറ്റ് സൊസൈറ്റിയിലെ താൽക്കാലിക ജീവനക്കാരിയായ അതിജീവിത സെക്രട്ടറിയുടെ മുറി വൃത്തിയാക്കുന്നതിനിടെ രാവിലെ 7:30 അതേ ബാങ്കിലെ പ്യൂൺ ചപ്പാത്ത് കല്ലറത്തട്ട് പുത്തൻ വീട്ടിൽ സുരേഷ് കുമാർ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി ലൈംഗികാതിക്രമവും പീഡനം നടത്തി എന്നായിരുന്നു പരാതി. വൈദ്യപരിശോധന ഉൾപ്പെടെ നടത്തി നെയ്യാറ്റിങ്കര CI കേസുമെടുത്തു. എന്നാൽ ഫയൽ DYSPയുടെ അടുത്തെത്തിയതോടുകൂടി നടപടിക്രമങ്ങൾ മരവിക്കുകയായിരുന്നുവെന്നാണ് ആക്ഷേപം. 2 പുരുഷന്മാരും അതിൽ ഒരു ഡയറക്ടർ ബോർഡ് പുരുഷനാണ് എൻ്റെ ഒരു ചോദ്യം ചോദിച്ചത്. ഞാൻ എന്തോ ഒരു കുറ്റം ചെയ്തതുപോലെ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളെല്ലാം എന്നെ വളരെ വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാനാണ് കുറ്റക്കാരി എന്നുള്ള രീതിയിലായിരുന്നു. ഇതൊന്നും പിന്നെ ഇതെല്ലാം പ്രതിയെ സംരക്ഷിക്കാനുള്ള ഒരു നാടകമായിരുന്നു. പിന്നീട് എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാർട്ടി കുടുംബമാണ്, CPMൻ്റെ പാർട്ടി കുടുംബമാണ്. ഞങ്ങളതിൽ നിന്നും നീതി ലഭിക്കാതെ വന്നപ്പോഴത്തേക്കും CPMൻ്റെ ഏരിയ സെക്രട്ടറിക്ക് പരാതി, കോവളം ഏരിയ സെക്രട്ടറിക്ക് ഞങ്ങളൊരു പരാതി കൊടുത്തു. പീഡനത്തിനിരയായ വിവരം ബാങ്ക് സെക്രട്ടറി, മാനേജർ എന്നിവരെ അറിയിച്ചെങ്കിലും വിവരം പുറത്തു പറയരുതെന്ന നിർദ്ദേശമാണ് നൽകിയത്.
തുടർന്ന് ബാങ്കിലെ ഇന്റേണൽ കമ്മിറ്റിക്ക് പരാതി നൽകിയപ്പോൾ സുരേഷിനെതിരെ അപവാദങ്ങൾ പറഞ്ഞു പരുത്തരുതെന്ന് താക്കീത് നൽകുകയും ചെയ്തു. തുടർന്ന് ബാങ്ക് പ്രസിഡന്റ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡയറക്ടർ ബോർഡ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ സുരേഷ് കുമാറിനെ ഡിസംബർ 17 അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. സുരേഷിനെ സംരക്ഷിക്കുന്ന ബാങ്ക് മാനേജറും സെക്രട്ടറിയും ഒത്തുചേർന്ന് ഒരു പരാതി ഡയറക്ടർ ബോർഡിന് നൽകിയ ശേഷം അന്നേ ദിവസം തന്നെ പരാതിക്കാരിയെ ജോലിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. ബാങ്കിൽ നിന്നും നീതി ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് നെയ്യാറ്റിങ്കര പോലീസിൽ പരാതി നൽകിയത്. വിദ്യാർത്ഥികളായ 2 പെൺമക്കളും രോഗിയായ ഭർത്താവും അടങ്ങുന്ന നിർധന കുടുംബത്തിന്റെ ഏക വരുമാനം ഇല്ലാതാക്കിയെന്നും പാർട്ടി കുടുംബാംഗം കൂടിയായ പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. മുഖ്യമന്ത്രിയിൽ നിന്നും കാര്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പരാതിക്കാരിയും കുടുംബവും. ന്യൂസ് 18 നെയ്യാറ്റിങ്കര. കാസർഗോഡ് പൈവളികയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ 15-കാരിയുടെയും ഓട്ടോ ഡ്രൈവറായ യുവാവിന്റെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ഇരുവരും ജീവനൊടുക്കിയത് എന്തിനാണെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, ഇന്നലെ വളരെ ഞെട്ടലോടെയാണ് വീടിന് തൊട്ടടുത്ത് ഒരു 200 മീറ്റർ അപ്പുറത്ത് ഇത്രയും ദിവസം മുൻപ് ഇവർ ആത്മഹത്യ ചെയ്തു എന്ന നിലയിൽ ഇവരെ കണ്ടെത്തുന്നത്. വലിയ ആരോപണങ്ങൾ ഈ അന്വേഷണം കൃത്യമായി നടക്കാത്തതിലുമൊക്കെ ഉയരുന്നുണ്ട്. ഇന്നിപ്പോൾ എപ്പോഴായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, 11 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം ആരംഭിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കണ്ണൂർ മെഡിക്കൽ കോളേജിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങളുള്ളത്. വിദഗ്ധ പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമേ ഇവരുടെ തൂങ്ങിമരണം എന്തിനാണെന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വരുമെന്നാണ് പോലീസ് പറയുന്നത്. പ്രധാനമായും ഇവർ തമ്മിൽ നേരത്തെ തന്നെ നല്ല അടുപ്പമുണ്ടായിരുന്നു, വീട്ടുകാരുമായും അടുപ്പമുണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് ഇവർ ഇത്തരത്തിൽ തൂങ്ങി മരിക്കാനിടയായ സാഹചര്യം എന്നതും ഏറ്റവും പ്രധാനമാണ്. ഏതായാലും 26 ദിവസത്തിന് ശേഷം 10ാം ക്ലാസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ തിരോധാനം സംബന്ധിച്ച് ചുരുളഴിയുമ്പോൾ ആ പെൺകുട്ടിയും അതുപോലെ തന്നെ അവരുടെ സുഹൃത്തുമായ ഈ കുടുംബ സുഹൃത്തുമായ ഇയാൾ എന്തിനാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തതെന്നാണ് ഏറ്റവും വലിയ ചോദ്യമായി ഉയരുന്നത്. നിർധരായ ഒരു കുടുംബമാണ്. ആ കുടുംബത്തിന്റെ അത്താണിയാണ്. 10ാം ക്ലാസ് പരീക്ഷ എഴുതേണ്ട ഒരു സമയമാണ്. ആ സമയത്ത് ഈ കുട്ടി എവിടെയെങ്കിലും ഉണ്ടാകും, ആ കുട്ടി തിരിച്ചു വരുമെന്ന് വലിയ പ്രതീക്ഷയോടെയായിരുന്നു ഈ കുടുംബം കഴിഞ്ഞിരുന്നത്. ഏറ്റവും ഒടുവിലായി ഇന്നലെ 11 മണിയോട് കൂടിയാണ് നാട്ടുകാരും പോലീസും ഒക്കെ ഉള്ള ഒരു സംയുക്തമായ തെരച്ചിലിൽ ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. 26 ദിവസം വീടിന് 200 മീറ്റർ മാത്രം അകലെ ഈ 2 മൃതദേഹങ്ങളും ഉണ്ടായി എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇതൊരു സാധാരണ ഒളിച്ചോട്ടമാണെന്ന് ഒരു പക്ഷേ പോലീസ് കരുതി. ഇതിൽ ഒരു വേഗത, അന്വേഷണത്തിൽ വേഗത കുറഞ്ഞിട്ടുണ്ടാകാം. കർണാടകയിൽ ഈ യുവാവിന്റെ ബന്ധുവീട്ടിലും മറ്റും അന്വേഷിച്ചെന്നാണ് പോലീസ് പറയുന്നത്. അപ്പോഴും ഈ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ, 2 പേരുടെയും ടവർ ലൊക്കേഷൻ ഏറ്റവും ഒടുവിലായി ലഭിച്ച ആ സ്ഥലം, അതേ സ്ഥലത്ത് നിന്നാണ് 2 പേരുടെയും മൃതദേഹം കിട്ടിയത്. എന്തായാലും പ്ലാസ്റ്റിക് കയറിലാണ് ഇവർ തൂങ്ങി മരിച്ചത്. ഇതിന് സമീപത്തായി ഒരു കത്തിയും ഉണ്ടായിരുന്നു. 2 പേരുടെയും മൊബൈൽ ഫോണും ഇതേ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു ഗ്രൗണ്ടിന് സമീപം ഒരു കുറ്റിക്കാട്ടിൽ അവിടെ അക്വേഷ്യ മരത്തിലാണ് ഇരുവരും തൂങ്ങി മരിച്ചതിൽ കണ്ടത്. 11ാം തീയതി രാത്രിയാണ് ഈ പെൺകുട്ടി ഇത്തരത്തിൽ വീട് വിട്ട് പോയതെന്നാണ് സംശയിക്കുന്നത്. 12ാം തീയതി രാവിലെയാണ്, ഫെബ്രുവരി 12ാം തീയതി രാവിലെയാണ് അമ്മ ഈ വിവരം അറിയുന്നതും പിന്നീട് കുമ്പള പോലീസിൽ പരാതി നൽകുന്നതും. അന്ന് ധരിച്ചിരുന്ന അതേ വസ്ത്രം തന്നെയാണ് ഈ മൃതദേഹത്തിലും പെൺകുട്ടിയുടെ ഉണ്ടായത്. അത്തരത്തിൽ പോലീസ് ഇന്നലെ ഏറെ സമയം എടുത്താണ് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയത്. വൈകിട്ടോടുകൂടിയാണ് പൂർത്തിയാക്കിയത്. അതിനുശേഷം വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എന്തായാലും മരണകാരണം സംബന്ധിച്ച് ഇന്നത്തെ പോസ്റ്റ്മോർട്ടം അത് നിർണായകമാണ്. ശ്രീജ. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെയാണ് പൈവളിക സ്വദേശിയായ ഈ 15-കാരിയെയും അടുത്ത കുടുംബ സുഹൃത്തായ 42 വയസ്സുള്ള ഓട്ടോ ഡ്രൈവറെയും മരിച്ച നിലയിൽ വീടിന് തൊട്ടടുത്ത് തന്നെ കണ്ടെത്തിയത്. ഇത്രയും ദിവസം ഇവരെ കാണാത്തതിൽ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൊക്കെ വാർത്ത കാര്യമായി വന്നതോടെയാണ് ഇന്നലെ ഒരു വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തിയത്. ആ തെരച്ചിലാണ് വീടിന് 200 മീറ്റർ മാത്രം അകലെ ദിവസങ്ങൾക്ക് മുൻപ്, 3 ആഴ്ച മുൻപാണ് ഇവരെ കാണാതായത്. അത്രയും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആത്മഹത്യ നടന്നു എന്നാണ് കരുതുന്നത്. അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ മൊബൈൽ ഫോണുകളും കണ്ടെത്തിയിരുന്നു. അപ്പോൾ പോലീസിനും ഈ വിഷയത്തിൽ വലിയ വിമർശനങ്ങൾ ഇപ്പോൾ പോലീസിന് നേരെയും ഉയരുന്നുണ്ട്.